നല്ല രീതിയിൽ മൂത്രമൊഴിക്കാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ബാത്റൂമിൽ പോകാൻ സാധിക്കുന്നുണ്ടോ, നല്ല രീതിയിൽ ടേസ്റ്റിൽ രുചിയിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ടോ, അതുപോലെ നല്ല ഉറക്കം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇത്രയും കുറച്ച് കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലൊന്നും സംശയമില്ലാത്ത ഒരവസ്ഥ ഈ ശരീരം ഡിറ്റക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് സ്വസ്ഥത എന്ന് പറയുന്ന സാധനം കൈ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി കുറേ കാര്യങ്ങളുടെ പുറകെ പോയിട്ട് ഒരു വേദന തലൻ്റെ മുകളിൽ കൂടി പാഞ്ഞാൽ മതി, ഒരു ജസ്റ്റ് പാസ് ചെയ്താൽ മതി, ബാക്കി കംപ്ലീറ്റ് അറ്റൻഷനും ഇങ്ങോട്ട് വരും. മനസ്സിലായോ? നമുക്കുള്ളതിൻ്റെ ഒന്നും നമ്മൾ തൊടാൻ പോകില്ല, അതെല്ലാം അവിടെ നിൽക്കട്ടെ, ആരെങ്കിലും എന്താ വേണ്ടത് വെച്ചാൽ ചെയ്തോളി എന്ന് പറഞ്ഞിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരും. അപ്പം അത്ര മാത്രമേ ഉള്ളൂ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എത്ര ശ്രദ്ധ കൊടുത്താലും നമ്മുടെ ഉള്ളിലുള്ള ഒരു ചെറിയ മാറ്റം നമ്മളറിയാതെ മാറിപ്പോയാൽ അപ്പം നമ്മുടെ അറ്റൻഷൻ കംപ്ലീറ്റ് ഇവിടെ വരും. അത് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുപോലെ നമ്മുടെ കൂടെ ഒരു 10,000 ഫോളോവേഴ്സ് നമുക്കുണ്ട്, അല്ലെങ്കിൽ 10,000 കോടാനുകോടി ഫോളോവേഴ്സുള്ള ഒരു ഗുരുവിന്റെ കീഴിലാണ് ഞാനെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമുക്കൊരു തലവേദന വന്നാൽ ഈ പറയുന്ന ഗുരുവും ഈ പറയുന്ന ശിഷ്യന്മാരും ഈ പറയുന്ന എന്താ പറയാ നമ്മളായിരിക്കണ ഏത് മതവും ജാതിയും ഒന്നും അവിടെ വർക്ക് ചെയ്യാൻ പോണില്ല. അപ്പൊ നമ്മൾ ആ തലവേദനയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ ഒരു മാറ്റം എങ്ങനെ ഉണ്ടായി? കാരണം എൻ്റെ ശരീരത്തെ ഞാൻ അറിയാതെ, അല്ലെങ്കിൽ എനിക്കറിയാത്ത അവസ്ഥയിലൂടെ എൻ്റെ ശരീരത്തെ ഞാൻ കൊണ്ടുപോയതിൻ്റെ ഒരു സിമ്പൽ അല്ല, ഒരു സിഗ്നൽ മാത്രമാണത്. അപ്പൊ എത്രത്തോളം എന്നിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും, അതിനനുസരിച്ച് ഞാൻ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഇതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് യാതൊരു തരത്തിലുള്ള നമ്മുടെ ആ പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു കോട്ടം ഉണ്ടാകാൻ പോണില്ല. അപ്പം ഈ ശരീരം ഇതിങ്ങനെ പ്രവർത്തിക്കാനുള്ള കാരണവുമായിട്ട് ഇതിൻ്റെ ബന്ധം ക്ലിയർ ആയാൽ മാത്രമേ ഇതിന്മേൽ പേരെഴുതി വെച്ചിട്ടുള്ള ആൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പേരെഴുതി വെച്ചിട്ടുള്ള ആള് മറ്റു പലരെയും ഫോളോ ചെയ്ത് മറ്റു പലരും സമാധാനത്തിന് വേണ്ടി നേടിയെടുത്ത നോബൽ സമ്മാനം കണ്ടിട്ട് ഇതിൽ സമാധാനം കിട്ടാൻ പോണില്ല. ഇതിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയുമായിട്ടുള്ള ഇതിൻ്റെ ബന്ധം ക്ലിയർ ആയാൽ മാത്രമേ ഇതിൽ ഔട്ട്പുട്ട് ക്ലിയർ ആവുള്ളൂ. അപ്പൊ എന്താണോ ഇൻപുട്ട് എടുക്കുന്നത് ആ ഇൻപുട്ട് ഒരിക്കലും ഇത് തമ്മിലുള്ള ആ ഒരു പരസ്പര ബന്ധത്തിന് യാതൊരു ഫ്രിക്ഷനും ഉണ്ടാക്കണില്ല എന്നുള്ളത് മാത്രമാണ് ഒരുത്തൻ